ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫൗണ്ടേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട് ഞാൻ ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. നമ്മളിവിടെ കാണേണ്ടത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മളെ വീടാണെങ്കിൽ അതിൻ്റെ അടിത്തറ അല്ലെങ്കിൽ അതിൻ്റെ തറ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ താഴെയായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വീട് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത്. അതിൽ ഫിലോസഫിക്ക് പങ്കുണ്ട്, സൈക്കോളജിക്ക് പങ്കുണ്ട്, ലിംഗ്വിസ്റ്റിക്സിന് പങ്കുണ്ട്, മാത്തമാറ്റിക്സിന് പങ്കുണ്ട്, കൺട്രോൾ തിയറിക്ക് പങ്കുണ്ട്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് പങ്കുണ്ട്, ന്യൂറോ സയൻസിന് പങ്കുണ്ട്, എക്കണോമിക്സിന് പങ്കുണ്ട്. ഇങ്ങനെയുള്ള പല മേഖലകൾക്കും ഇങ്ങനെയുള്ള പല മേഖലകളുമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫൗണ്ടേഷൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു വീട് നമുക്ക് നിർമ്മിക്കണമെങ്കിൽ ഇത്തരം ഫൗണ്ടേഷൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരം മേഖലകളിൽ നിന്ന് ഇവയുടെയൊക്കെ ഹെൽപ്പോടുകൂടി നമ്മൾ ഉരുത്തിരിഞ്ഞു കൊണ്ടുവന്ന ഒരു മേഖലയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള വളരെ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ഡിസിപ്ലിൻസ് നിന്നാണ് നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ഡ്രോൺ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ അകത്തുള്ള ആദ്യത്തെ കാര്യമാണ് ഈ ഫിലോസഫി എന്ന് പറയുന്നത്. ഈ ഫിലോസഫിൻ്റെ അകത്ത് നമുക്കെങ്ങനെ ഒരു വാലിഡ് കൺക്ലൂഷൻ്റെ അകത്തേക്ക് എത്തിച്ചേരാം എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്നത്. ഈ ഒരു ഫിലോസഫിക്കൽ ഏരിയൻ്റെ അകത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മളെ മനസ്സ് അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ബ്രെയിനിൽ നിന്ന് എങ്ങനെയാണ് ഒരു മൈൻഡ് ഫോം ചെയ്യുന്നത്, അതേപോലെ എങ്ങനെയാണ് ഒരു ഫോർമർ റൂൾസ് ഒരു വാലിഡ് കൺക്ലൂഷനിലേക്ക് എത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഫിലോസഫി. ഇതിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ റോളും അയാളുടെ സിലോജിസ് എന്ന് പറയുന്ന ഐഡിയ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അരിസ്റ്റോട്ടിലിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഫിലോസഫിക്കലായിട്ടുള്ള ഈ ഒരു ഡിസിപ്ലിൻ്റെ അകത്താണ്. അപ്പം അദ്ദേഹം BC 348 322 348 ഈ ഒരു ടൈമിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പം ഇയാളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സിലോജിസ് എന്ന് പറയുന്ന ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ അയാളെ പോലെ തന്നെയുള്ള മറ്റ് ഫിലോസഫേഴ്സാണ് ഒന്നെന്ന് പറയുന്നത് റാമൺ എന്ന് പറയുന്നത്, അതേപോലെ തോമസ് ഹോബ്സ്, ഇങ്ങനെയുള്ള ഒട്ടനേകം ആൾക്കാർ ഈ ഫിലോസഫി എന്ന് പറയുന്ന ഈ ഒരു ഏരിയൻ്റെ അകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ ഒരു ഫിലോസഫിയിൽ ആ കാലത്ത് കൊടുത്ത ഇത്തരം കോൺട്രിബ്യൂഷൻസുകൾ നമ്മളെ ഇന്നത്തെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫൗണ്ടേഷൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഡിസിപ്ലിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫൗണ്ടേഷൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡിസിപ്ലിനാണ് ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സിൻ്റെ അകത്ത് പ്രധാനമായിട്ട് അതിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു സയൻറ്റിസ്റ്റാണ് ഈ ജോർജ് ബോളി എന്ന് പറയുന്നത്. ജോർജ് ബോളി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ജോർജ് ബോളി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ച് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ബൂളിയൻ ലോസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കാരണം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഈ ബൈനറി ലാംഗ്വേജും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബൂളിയൻ ലോജിക്സും ഒക്കെ പരിചയമില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ജോർജ് ബോളി ആക്ച്വലി ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1815 to 1864. അപ്പം ഈ ഒരു ജോർജ് ബോളി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഈ പ്രൊപ്പോസിഷണൽ ലോജിക് എന്ന് പറയുന്ന ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബൂളിയൻ ലോജിക് എന്ന് പറയുന്ന സാധനം പ്രൊപ്പോസിഷണൽ
പ്രൊപ്പോസിഷണൽ ലോജിക്. അപ്പം മാത്തമാറ്റിക്സിൻ്റെ അകത്ത് ഈ ബൂളിയൻ ലോസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഈ ജോർജ് ബൂളി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അതേപോലെ പിന്നീട് ഈ ഗോട്ടോബ് ഫ്രെഡ്ജ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ ഒരു ജോർജ് ബൂളിയുടെ ഈ ഒരു കോൺസെപ്റ്റിനെ, ഈ ഒരു പ്രൊപ്പോസിഷണൽ ലോജിക് ഐഡിയനെ ഒന്നുകൂടെ അതിനെന്ത് ചെയ്തു, ഈ ഒബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു പിന്നീട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ജോർജ് ബൂളിനെ പോലെ തന്നെ കോൺട്രിബ്യൂഷൻ നൽകിയ മറ്റൊരാളാണ് ഈ ഗോട്ട്ലോബ് ഫ്രെഡ്ജ് എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു മേഖലയുടെ അകത്ത് പ്രധാനമായിട്ട് ഒരു ഡെവലപ്മെന്റിന് പങ്കുവച്ച സയൻറ്റിസ്റ്റാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. നമുക്കറിയാലേ, നമ്മൾ ട്യൂറിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ്. അപ്പം അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, അയാളെ ആക്ച്വലി 1912 1954 കാലഘട്ടത്തിൽ, ഈ ഒരു റേഞ്ച് ഓഫ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഇയാളാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റായ ഈ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവരുന്നത്. അപ്പം എന്താണ് ഈ ട്യൂറിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഈ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടേഷണൽ ഡിവൈസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം കമ്പ്യൂട്ടറിനെ കൊണ്ട് സോൾവ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇനീഷ്യലി ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ, സോൾവബിൾ ഓർ നോട്ട് എന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മാത്തമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിനെയാണ് നമ്മൾ സാധാരണ കമ്പ്യൂട്ടബിലിറ്റി തിയറി എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ പഠിക്കുന്നത് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന പേപ്പറിൻ്റെ അകത്താണ്. തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ TOC എന്ന് പറയുന്ന പേപ്പറിൻ്റെ അകത്താണ്. അപ്പോൾ നിങ്ങൾക്കത് 7th സെമസ്റ്ററിൻ്റെ അകത്താണ് ഈ ഒരു പേപ്പർ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ അവിടെ പറയാം. അപ്പം TOC എന്ന് പറയുന്നത് നമ്മളതിൻ്റെ TOCക്ക് പ്രധാനമായിട്ട് 3 ബ്രാഞ്ചുകളാണുള്ളത്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് TOCൻ്റെ അകത്ത് 3 ബ്രാഞ്ചുകളുള്ളത്. അതിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ബ്രാഞ്ചാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടബിലിറ്റി തിയറി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടബിലിറ്റി തിയറി എന്താണ്? കമ്മ്യൂട്ടബിലിറ്റി തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഇനീഷ്യലി ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ സയൻസിൻ്റെ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ ബ്രാഞ്ചാണ് ഈ കമ്പ്യൂട്ടബിലിറ്റി തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മളത് സോൾവബിൾ ആണെങ്കിൽ അത്തരം പ്രോബ്ലത്തിനെ നമ്മൾ സാധാരണ പറയുക, അതിനെ നമ്മൾ ട്രാക്റ്റബിൾ പ്രോബ്ലംസ് ഒക്കെയാ പറയുക. ട്രാക്റ്റബിൾ പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിനെ നമ്മൾ കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് എന്ന് പറയും. ട്രാക്റ്റബിൾ പ്രോബ്ലംസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ്. അപ്പം പിന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പാർഷ്യലി സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോബ്ലത്തിനെ നമ്മൾ പറയുക സാധാരണ അതിനെ നമ്മൾ ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ് എന്ന് പറയും. ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ് അതായത് ട്രാക്റ്റബിൾ പ്രോബ്ലംസ് ഉണ്ട്, ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ് ഉണ്ട്. ട്രാക്റ്റബിൾ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൂർണ്ണമായിട്ടും സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലത്തിനെയാണ് ട്രാക്റ്റബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇൻട്രാക്റ്റബിൾ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാർഷ്യലി സോൾവ് ചെയ്യാൻ പറ്റുന്നതോ അതോ സോൾവ് ചെയ്യാനേ പറ്റാത്ത തരത്തിലുള്ള പ്രോബ്ലംസിനാണ് നമ്മൾ ഇൻട്രാക്റ്റബിൾ എന്ന് പറയുന്ന ഇൻട്രാക്റ്റബിൾ പ്രോബ്ലം എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ട്രാക്റ്റബിൾ പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ n എന്ന് പറയുന്ന നമ്പർ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അൽഗോരിതം എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനൊരു എന്തുണ്ട്, ദർ ഇസ് എ സ്റ്റാൻഡേർഡ് അൽഗോരിതം ഫോർ സോൾവിങ് ദാറ്റ് പ്രോബ്ലം. സപ്പോസ് എൻ്റെ പ്രോബ്ലം എങ്ങനെയാണെന്ന് വെച്ചോ, ഇപ്പം എന്നിന് മുകളിലുള്ള സംഖ്യകൾ പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് പൂർണ്ണമായും സോൾവ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് n എന്ന് പറയുന്ന സംഖ്യ പ്രൈമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. n+1 പ്രൈമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. n+2 പ്രൈമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. n+3 പ്രൈമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം എന്നിന് മുകളിലുള്ള സംഖ്യകളൊക്കെ പ്രൈമാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊരു പ്രോബ്ലത്തിന് നമുക്ക് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല. സോ ഇത്തരം പ്രോബ്ലംസ് നമ്മൾ ഏത് കാറ്റഗറിക്കകത്ത് വെക്കും, ഈ ഇൻട്രാക്റ്റബിൾ പ്രോബ്ലം എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് വെക്കും.
ഓക്കെ, അപ്പം കമ്പ്യൂട്ടബിലിറ്റി തിയറിൻ്റെ അകത്ത് ഡിസൈഡ് ചെയ്യുന്ന എന്താ, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുകയാണ്. ഓക്കെ, അപ്പം സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് ഏത് മെഷീൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാം എന്ന് ഡിസൈഡ് ചെയ്യുന്ന മാത്തമാറ്റിക്സിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബ്രാഞ്ചാണ് ഓട്ടോമാറ്റ തിയറി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റ തിയറിൻ്റെ അകത്ത് നമുക്ക് പ്രധാനമായിട്ട് 3 മെഷീൻസുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഫൈനൈറ്റ് ഓട്ടോമാറ്റ, ദെൻ രണ്ടാമത്തത് പുഷ് ഡൗൺ ഓട്ടോമാറ്റ, ദെൻ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റ, അതേപോലെ ഫൈനലി ട്യൂറിംഗ് മെഷീൻ. PDA-ൻ്റെ ഒരു വേരിയൻ്റ് ആയിട്ടാണ് നമ്മൾ സാധാരണ ലീനിയർ ബൗണ്ടഡ് ഓട്ടോമാറ്റയെ കാണുന്നത്. അപ്പോൾ അതിനെ നമുക്ക് രണ്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 4 ടൈപ്പ് ഓഫ് മെഷീനുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫൈനൈറ്റ് ഓട്ടോമാറ്റ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്യും. ഫൈനൈറ്റ് ഓട്ടോമാറ്റ വിത്തൗട്ട് ഔട്ട്പുട്ടും വിത്ത് ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വിത്തൗട്ട് ഔട്ട്പുട്ടിൻ്റെ അകത്ത് നമ്മൾ എന്താണ് DFA, NFA, എപ്സിലോൺ പോലുള്ള മെഷീനുകളാണ് കുറിച്ചാണ് പഠിക്കുന്നത്. ഇനി വിത്ത് ഔട്ട്പുട്ടിൻ്റെ അകത്താണ് മീലി മെഷീനും മൂർ മെഷീനും പഠിക്കുന്നത്. ഇനി പുഷ് ഡൗൺ ഓട്ടോമാറ്റയ്ക്കും 2 വേരിയൻസ് ഉണ്ട്. പുഷ് ഡൗൺ ഓട്ടോമാറ്റയ്ക്കകത്ത് എന്താണ് NPDA ഉണ്ട്, അല്ലെങ്കിൽ അതിനെ NDPDA എന്ന് പറയും. അതുപോലെ DPDA ഉണ്ട്. ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമാറ്റയും നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമാറ്റയും. LBAയ്ക്കും അതേപോലെ വേരിയൻസ് ഉണ്ട്. NLBAയും അതേപോലെ DLBA, നോൺ ഡിറ്റർമിനിസ്റ്റിക് ലീനിയർ ബൗണ്ട് ഓട്ടോമാറ്റ, ഡിറ്റർമിനിസ്റ്റിക് ലീനിയർ ബൗണ്ട് ഓട്ടോമാറ്റ. ഈ ട്യൂറിംഗ് മെഷീൻ്റെ അകത്ത് 2 വേരിയൻസ് ആണുള്ളത്. DTM-ഉം NDTM-ഉം, ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീനും നോൺ ഡിറ്റർമിനിസ്റ്റിക് ട്യൂറിംഗ് മെഷീനും. ഇതിൻ്റെ അകത്ത് ഈ ഓട്ടോമാറ്റ തിയറിൻ്റെ അകത്ത് ഈ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്ന മോഡൽ, ഈ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഈ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ട്യൂറിംഗ് മെഷീൻ ആക്ച്വലി നമ്മളെ എന്താണ് ഇന്നത്തെ കമ്പ്യൂട്ടേഷൻ മോഡൽസിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഫൈനൈറ്റ് ഓട്ടോമാറ്റിൻ്റെ അകത്ത് നമുക്ക് ഒരു ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമുക്ക് കമ്പാരിസൺ അവിടെ പോസിബിൾ അല്ല. നമ്മളത് പുഷ് ഡൗൺ ഓട്ടോമാറ്റിൻ്റെ അകത്ത് വരുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കമ്പാരിസൺ പോസിബിൾ ആണ്. ഇവിടത്തേക്ക് വരുമ്പോൾ നമുക്ക് മോർ ദാൻ 2 കമ്പാരിസൺ പോസിബിൾ ആണ്. ഇവിടത്തേക്ക് വരുമ്പോൾ നമുക്ക് എനി നമ്പർ ഓഫ് കമ്പാരിസൺ പോസിബിൾ ആണ്. അത് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്ന ഇന്നത്തെ ആക്ച്വൽ കമ്പ്യൂട്ടറിൻ്റെ ഒരു മോഡൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു മോഡലാണ്, അത് പ്രപ്പോസ് ചെയ്ത ആളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താ കമ്പ്യൂട്ടബിലിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മൾ പറഞ്ഞു. കമ്പ്യൂട്ടബിലിറ്റി തിയറി എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ബ്രാഞ്ചാണ്. ഇനി സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏത് മെഷീൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യുന്ന മാത്തമാറ്റിക്സിൻ്റെ ബ്രാഞ്ചാണ് ഓട്ടോമാറ്റ തിയറി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരുപാട് ടൈപ്സ് ഓഫ് മെഷീൻസ് ഉണ്ട്. ദെൻ ഫൈനലി അതിന് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനൊരു മെഷീൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെന്തുണ്ടാവും, നമ്പർ ഓഫ് ടൈം വേണ്ട വരും അല്ലേ. ദാറ്റ് മീൻസ് അവിടെ ഒരു കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലേ. അപ്പം അവിടെ വരുന്ന ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് അതിന് എത്രത്തോളം സമയം എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സ്പേസ് എടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഏരിയയാണ്, അല്ലെങ്കിൽ അറിയുന്ന ഒരു ബ്രാഞ്ചാണ് കോംപ്ലക്സിറ്റി തിയറി എന്ന് പറയുന്നത്. കോംപ്ലക്സിറ്റി തിയറി ഇപ്പോൾ TOC എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഫ്ലോ ഇങ്ങനെയാണ്. കമ്പ്യൂട്ടബിലിറ്റി തിയറി തുടങ്ങി ഓട്ടോമാറ്റ തിയറി കൂടി കയറി ഇറങ്ങി കോംപ്ലക്സിറ്റി തിയറി പോയി എൻഡ് ചെയ്യുന്നൊരു പേപ്പറാണ് ഈ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു മോഡലാണ് ട്യൂറിംഗ് മെഷീൻ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തെ കമ്പ്യൂട്ടറിൻ്റെ ഒരു മോഡൽ എന്ന് പറയുന്നത് ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് മാത്തമാറ്റിക്സിൻ്റെ അകത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റ് നമ്മൾ പറഞ്ഞു ജോർജ് ബൂളി ഉണ്ട്, അതേപോലെ ഗോട്ട്ലോബ് ഫ്രെഡ്ജ് ഉണ്ട്, ദെൻ നമ്മളെ അലൻ ട്യൂറിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഉണ്ട്. അപ്പം ഇയാളാണ് എന്ത് ചെയ്തത്, നമ്മൾ ഈ ട്യൂറിംഗ് മെഷീൻ എന്ന് പറയുന്ന മെഷീന് എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇയാൾ ട്രാക്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാക്റ്റബിൾ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലത്തിനെയാണ് ട്രാക്റ്റബിൾ പ്രോബ്ലം എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ ഉള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന മാത്തമാറ്റിക്സിൻ്റെ അകത്ത് തന്നെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ഈ പ്രോബ്ലങ്ങളുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്.
അതായത് പ്രോബ്ലത്തിനെ നമ്മൾ കമ്പ്യൂട്ടറിനകത്തുള്ള കമ്പ്യൂട്ടർ സാധാരണ നമ്മൾ പ്രോബ്ലം സോൾവിങ് മെഷീൻ ആയിട്ടാണ് കാണാറുള്ളത്. ആ പ്രോബ്ലംസിനെ നമ്മൾ എല്ലാ പ്രോബ്ലംസിനെയും നമ്മൾ യൂണിവേഴ്സൽ പ്രോബ്ലംസിനെ നമ്മൾ പല ക്ലാസിഫിക്കേഷൻസ് ആക്കി മാറ്റുന്നുണ്ട്. അതിനകത്ത് വരുന്ന ചില ക്ലാസിഫിക്കേഷൻ്റെ പേര് മാത്രം ജസ്റ്റ് പറയാം. അതായത് നമ്മൾ ആ പ്രോബ്ലത്തിന് എന്താണ് NP പ്രോബ്ലം, NP ഹാർട്ട് പ്രോബ്ലം, NP കംപ്ലീറ്റ് പ്രോബ്ലം, ഇങ്ങനെ പല തരത്തിൽ നമ്മൾ പ്രോബ്ലത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടേം, ജസ്റ്റ് ഒരു ടേം മാത്രം പരിചയപ്പെടാം. NP കംപ്ലീറ്റ് എന്ന് പറയുന്നതും NP ഹാർഡ് എന്ന് പറയുന്നതും ഇങ്ങനെയൊക്കെ പ്രോബ്ലത്തിനെ നമ്മൾ ക്ലാസിഫൈ ആണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ്റെ പേരാണ്. അതിൻ്റെ അകത്ത് ഓരോ കൈൻഡ് ഓഫ് പ്രോബ്ലത്തിന് ഓരോ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഈ ടേം മാത്രം ഇവിടെ അറിഞ്ഞു വെക്കുക. ഓക്കെ, പിന്നെ അതേപോലെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സിനും ഇതേപോലെ തന്നെ വലിയ റോളുകൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫൗണ്ടേഷൻസിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നീട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡിസിപ്ലിനാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. എക്കണോമിക്സിൻ്റെ അകത്ത് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്ന ഏരിയ ഫോക്കസ് ചെയ്യുന്നത് പേ ഓഫ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ഡിസിഷൻസ് എടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഈ ഒരു മേഖലയുടെ അകത്ത് പ്രധാനമായിട്ട് പങ്കുവഹിച്ച ഒരു സയൻറ്റിസ്റ്റാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. ആഡം സ്മിത്ത്. അപ്പം ആഡം സ്മിത്ത് പറയുന്നത് എക്കണോമിക്സിനെ ആഡം സ്മിത്ത് ഒരു സയൻസ് ആയിട്ടാണ് അയാൾ ട്രീറ്റ് ചെയ്യുന്നത്. പേ ഓഫിനെ മാക്സിമൈസ് ചെയ്യാന്നാണ് ഇതിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ റിച്ചാർഡ് ബെൽമാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും ഈ ഒരു എക്കണോമിക്സിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അയാൾ 1957 ഈ ഒരു എന്താണ് ഡിസിഷൻ പ്രോബ്ലം എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഈ മാർക്കോവ് ഡിസിഷൻ പ്രോസസ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കാര്യം ഫോർം ചെയ്തിട്ടുണ്ട്. പിന്നീട് വരുന്ന മറ്റൊരു സയൻറ്റിസ്റ്റാണ് ഹെർബർട്ട് സിമൺ എന്ന് പറയുന്നത്. പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ന്യൂറോ സയൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ന്യൂറോ സയൻസിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മളെ ബ്രെയിൻ ഇൻഫർമേഷൻസുകൾ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ന്യൂറോ സയൻസ് പേര് തന്നെ ന്യൂറോ സയൻസ് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള പഠനം, ഈ ഒരു നെർവ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു ന്യൂറോണിൻ്റെ ഫിഗറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ന്യൂറോണിൻ്റെ എന്താണ് അതിൻ്റെ സെൽ ബോഡി, ആക്സോണ്, പിന്നെ സിനാപ്സ്, ഇങ്ങനെയുള്ള കാര്യം. ഇതൊക്കെ നമ്മൾ എന്താണ് +2 ബയോളജി സയൻസ് ഒക്കെ പഠിച്ച കുട്ടികളൊക്കെ ഇത് പരിചയപ്പെട്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് ആവേഗങ്ങൾ ഇതിൻ്റെ അകത്തുകൂടെ കടന്നു പോകുന്നത്, എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ന്യൂറോൺ നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ പഠിക്കും. ഇതിന് സിമിലറമായൊരു കോൺസെപ്റ്റാണ്. ഇതിൻ്റെ അകത്ത് എന്താണ് നമ്മളെ മൈൻഡ്, നമ്മൾ ന്യൂറോൺ ഇവിടെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറുമായിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, ഹ്യൂമൻ ബ്രെയിനും സൂപ്പർ കമ്പ്യൂട്ടറും കമ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കമ്പ്യൂട്ടേഷണൽ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെത് എത്രയാണ്, പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെത് എത്രയാണ്, ഹ്യൂമൻ ബ്രെയിനിൻ്റെ എത്രയാണെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടോ. ഇതിൻ്റെ അകത്ത് എന്താണ് സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഉള്ളത് എന്താണ്, കമ്പ്യൂട്ടേഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് 10⁴ CPUs ആണ്. അതേപോലെ 10⁻12 ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഇനി പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് വരുമ്പോൾ, അതായത് കുറച്ചുകൂടെ പവർ കുറഞ്ഞ നമ്മളൊക്കെ ഹോം യൂസ് ചെയ്യുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് വരുമ്പോൾ അതിൻ്റെ അകത്ത് 4 CPUs 10⁻9 ട്രാൻസിസ്റ്റേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഇനി ഹ്യൂമൻ ബ്രെയിനിൻ്റെ അകത്തേക്ക് വരുമ്പോൾ 10⁻11 ന്യൂറോൺസ് ആണ് ഹ്യൂമൻ ബ്രെയിനിൻ്റെ അകത്ത് ഉള്ളത് എന്ന് പറയുന്നത്. ഇനി സ്റ്റോറേജ് യൂണിറ്റിൻ്റെ കേസിൽ വരുമ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറിന് എന്താണ് 10⁻14 ബിറ്റ്സ് റാം അല്ലെങ്കിൽ 10⁻14 ബിറ്റ്സ് പ്രൈമറി മെമ്മറി ആണുള്ളത്. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അത് 10⁻11 ബിറ്റ്സ് റാമായി മാറുന്നു. അതേപോലെ ഹ്യൂമൻ ബ്രെയിൻസിൻ്റെ അകത്ത് സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് എന്താണ് നമുക്ക് 10⁻11 ന്യൂറോൺസ് ആണുള്ളത്. അപ്പോൾ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുള്ള ഒരു ടേബിളാണ്. പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഡിസിപ്ലിനാണ് ഫൗണ്ടേഷൻ അറ്റാക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഡിസിപ്ലിനാണ് സൈക്കോളജി എന്ന് പറയുന്നത്.
ഇതിൻ്റെ അകത്തുള്ള ഒരു കോർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ മനുഷ്യനും അതേപോലെ ഈ എനിമൽസ് ഒക്കെ തിങ്ക് ചെയ്യുന്നതും ആക്ട് ചെയ്യുന്നതൊക്കെയാണ്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഹെർമൻ വോൺ ഹെൽംഹോൾട്സ് എന്ന് പറയും. ഇയാള് 1821 to 1894 കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇയാൾ ചെയ്ത കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ വിഷൻ ഒരു സയൻറ്റിഫിക് മെത്തേഡ് അപ്ലൈ ചെയ്ത ഒരാളാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതേപോലെ പിന്നീട് വന്നൊരു ഇതേപോലെ സൈക്കോളജീൻ്റെ അകത്ത് പ്രധാനമായ ഒരു കോൺട്രിബ്യൂഷൻ ചെയ്ത മറ്റൊരു സയൻറ്റിസ്റ്റാണ് വിൽഹെം വുണ്ട്സ് എന്ന് പറയുന്നത്. ഇയാൾ ചെയ്ത കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളാണ് ആദ്യമായിട്ട് ഒരു എക്സ്പെരിമെൻ്റൽ സൈക്കോളജി ലബോറട്ടറി ഒക്കെ ബിൽഡ് ചെയ്യുന്നത്. പിന്നീട് അതേപോലെ തന്നെ ഈ ബിഹേവിയറിയസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോൺ വാട്സൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒക്കെ ഒരു മേഖലയിൽ വലിയ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്ന പ്രധാനപ്പെട്ട സയൻറ്റിസ്റ്റുകളുടെ പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ ഈ ഒരു എയുടെ ഫൗണ്ടേഷനായിട്ട് ആക്ട് ചെയ്യുന്ന മറ്റൊരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഏരിയയാണ്. അപ്പം ഒന്നുമില്ല, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഏരിയ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്കൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെ ബിൽഡ് ചെയ്യാം, എങ്ങനെ അവയെ മേക്ക് ചെയ്യാം, ഇങ്ങനെ ഒരു ഫിസിക്കൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിനെ ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആണ് ഈ ഒരു ഏരിയയിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വേൾഡ് വാർ 2 സമയത്തൊക്കെയാണ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോഡേൺ ഡിജിറ്റൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടേഴ്സൊക്കെ എന്ത് ചെയ്യുന്നത് സയൻറ്റിസ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫൗണ്ടേഷൻ പറയണമെങ്കിൽ നിർബന്ധമായിട്ട് കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് പറയേണ്ടി വരും. നമ്മൾ പറഞ്ഞിട്ടുള്ള മാത്തമാറ്റിക്സ് എന്തായാലും വേണം സപ്പോർട്ടായിട്ട്, അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് വേണം, അതേപോലെ സൈക്കോളജി വേണം, ന്യൂറോ സയൻസ് വേണം. ഇങ്ങനെയൊക്കെയുള്ള മേഖലകളുടെ ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഫൗണ്ടേഷനായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് ഈ ഒരു മെഷീൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ അലൻ ട്യൂറിങ്ങിൻ്റെ ടീമായിരുന്നു ഇതിൻ്റെ പുറകിൽ പ്രധാനമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ ഹിസ്റ്ററി ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. ഇപ്പം ഏനിയാക്ക് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ, ENIAC ഏനിയാക്ക് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയണം. അതേപോലെ പിന്നീടാണ് ഈ ചാൾസ് ബാബേജ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഫീൽഡിനകത്ത് പ്രധാനപ്പെട്ട ഒരു സയൻറ്റിസ്റ്റാണ് മറ്റൊരു ചാൾസ് ബാബേജ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ സാധാരണ ചാൾസ് ബാബേജ് അറിയപ്പെടുന്നത് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്ന പേരിലാണ്. അപ്പോൾ ചാൾസ് ബാബേജിനെ എന്തുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മോഡേൺ കമ്പ്യൂട്ടർ ആക്ച്വലി ചാൾസ് ബാബേജ് കണ്ടുപിടിച്ചതല്ല. ചാൾസ് ബാബേജ് എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഡിസൈൻഡ് അനലിറ്റിക്കൽ എഞ്ചിൻ. ഓക്കെ, അപ്പം ഈ അനലിറ്റിക്കൽ എഞ്ചിനാണ് ഇയാൾ കണ്ടുപിടിച്ചത്. അനലിറ്റിക്കൽ എഞ്ചിൻ ആണ് ഈ ഒരു അനലിറ്റിക്കൽ എഞ്ചിനിൻ്റെ മോഡേൺ രൂപമാണ്. അതിൻ്റെ അകത്ത് പിന്നീട് പല മാറ്റങ്ങളും പല സയൻറ്റിസ്റ്റുകളും നടത്തിയിട്ടുണ്ട്, പല കോൺട്രിബ്യൂഷനും കൊണ്ടുവന്ന് ആണ് ഈ ഒരു രീതിയിലൊക്കെ എത്തുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ആധുനിക രൂപം എന്ന രീതിയിൽ ഇതിൻ്റെ മോഡൽ അയാൾ കൊണ്ടുവന്നത് കൊണ്ടാണ് അയാളെ നമ്മൾ എന്ത് പറയുന്നത് ഈ കമ്പ്യൂട്ടറിൻ്റെ പിതാവായിട്ട് നമ്മൾ കാണുന്നത്. പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കൺട്രോൾ തിയറി ആൻഡ് സൈബർനെറ്റിക്സ്. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ ഒരു കൺട്രോൾ തിയറിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഒരു കോർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ചെയ്യുന്നത് ദിസ് ഫീൽഡ് എക്സ്പ്ലോർ ഹൗ ദിസ് ആർട്ടിഫാക്ട്സ് ക്യാൻ ഓപ്പറേറ്റ് അണ്ടർ ദെയർ ഓൺ കൺട്രോൾ. ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കീ ഫിഗറാണ് നോർബർട്ട് വിന്നർ. ഇയാൾ ഏകദേശം 1894 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ഇയാളായിരുന്നു ഈ ഒരു കൺട്രോൾ തിയറിയുടെ
കൺട്രോൾ തിയറിയുടെ സെൻട്രൽ എന്ന് പറയുന്നത്. അതേപോലെയുള്ള മറ്റൊരു എന്താണ് ഡിസിപ്ലിനാണ് ഈ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഇതിൻ്റെ അകത്ത് ഡീൽ ചെയ്യുന്ന കാര്യം എങ്ങനെയാണ്, ഹൗ ഡസ് ദി ലാംഗ്വേജ് റിലേറ്റഡ് ടു തോട്ട്, എങ്ങനെയാണ് ഭാഷ ചിന്തയുമായിട്ട് ബന്ധിപ്പിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയ, NLP എന്ന് പറയുന്ന ഏരിയ എന്തായിട്ടുള്ളത്, ഡെവലപ്പായിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു ലാംഗ്വേജ്, മനുഷ്യൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അത് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത്. ഇത്രയും മേഖലകളൊക്കെയാണ്, അല്ലെങ്കിൽ ഇത്രയും ഡിസിപ്ലിൻസ് ആണ് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഫൗണ്ടേഷൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ജോർജ് ബൂളിയുടെ ബൂളിയൻ ലോജിക് അല്ലെങ്കിൽ പ്രൊപ്പോസിഷണൽ ലോജിക് എന്ന് പറയുന്ന ഐഡിയ കൃത്യമായിട്ട് എന്താണെന്ന് നമുക്കറിയണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് പഠിക്കുമ്പോൾ ബൈനറി ലാംഗ്വേജുകളും അവയുടെ കൺവേർഷനും അങ്ങനെയുള്ള ബൂളിയൻ ലോസുകൾ, അതേപോലെ ഗേറ്റ്സുകൾ, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ്, ഇങ്ങനെയുള്ള ഗേറ്റ്സുകൾ, അവിടെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് റിലേറ്റഡുള്ള ഏരിയാസാണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് അലൻ ട്യൂറിങ്ങിൻ്റെ ട്യൂറിങ് മെഷീൻ എന്ന് പറയുന്ന ഐഡിയ ആയിരുന്നു. തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ്റെ അകത്താണ്, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിലായിരുന്നു ഈ ട്യൂറിങ് മെഷീൻ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഓട്ടോമാറ്റ തിയറി എന്ന് പറയുന്ന പേപ്പറിൻ്റെ അകത്താണ് നമ്മൾ ട്യൂറിങ് മെഷീൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ട്യൂറിങ് മെഷീൻ അലൻ ട്യൂറിങ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തൊരു മോഡലാണ്. അപ്പം അതിൻ്റെ അകത്ത് കമ്പ്യൂട്ടറിനെ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്, കമ്പ്യൂട്ട് എന്ന് പറയുന്ന വാക്കിൻ്റെ അകത്ത് നിന്ന് വന്നൊരു വാക്കാണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കാൽക്കുലേഷൻ എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കാൽക്കുലേഷൻ നടക്കുന്നത് എന്നാണ് ബേസിക്കലി ഈ ഒരു പേപ്പറിൻ്റെ അകത്ത്, കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ അകത്ത് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പം ഈ കമ്പ്യൂട്ടബിലിറ്റിയുടെ എക്സ്റ്റെൻഡ് ഏതുവരെ നമുക്ക് കൊണ്ടുപോകാം, അതിലെയാണ് നമ്മൾ ഈ പ്രോബ്ലംസിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മളതിനെ NP കംപ്ലീറ്റ്, NP ഹാർഡ്, ഇങ്ങനെയുള്ള തരത്തിലൊക്കെ പ്രോബ്ലംസ് ആയിട്ട് ക്ലാസിഫൈ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന, ഈ മാത്തമാറ്റിക്സിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു സയൻറ്റിസ്റ്റാണ് തോമസ് ബേസ് എന്ന് പറയുന്നത്. അയാളത് ബേസിയൻ തിയറി. പിന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു മേഖലയാണ് എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദം സ്മിത്ത്, റിച്ചാർഡ് ബെൽമാൻ, ഹെർബർട്ട് സൈമൺ, അയാളുടെ സാറ്റിസ്ഫൈയിങ് എന്ന് പറയുന്ന കാര്യം, അതേപോലെ റിച്ചാർഡ് ബെൽമാൻ്റെ മാർക്കോവ് ഡിസിഷൻ പ്രോസസ്സറുകൾ, ഇതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ. പിന്നീട് നമ്മൾ ന്യൂറോ സയൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മളെ മസ്തിഷ്ക അല്ലെങ്കിൽ ബ്രെയിൻ എങ്ങനെയാണ് വിവരങ്ങൾ, ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു മേഖലയിൽ ഡീൽ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് പിന്നീട് നമ്മൾ അതിനെ എന്തുമായിട്ട് ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു, ഈ മെമ്മറി കണക്ഷനും അതേപോലെ മനുഷ്യൻ്റെ ഇതും കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനവും നമ്മളൊന്ന് കമ്പയർ ചെയ്തു. പിന്നീട് നമ്മൾ ഫിലോസഫിയുടെ റോള് പറഞ്ഞു. ഫിലോസഫീൻ്റെ അകത്ത് ഈ ഒരു ബിഹേവിയറിസം, പിന്നെ അതുപോലെ ഹെർമൻ ഹോൾസ്, പിന്നെ കൊഗ്നിറ്റീവ് സയൻസ്, അതിൻ്റെ അകത്ത് എന്ത് ചെയ്തു വെച്ചാൽ കമ്പ്യൂട്ടറിനെയും അതേപോലെ ഭാഷയും മനസ്സിനും ഒക്കെ കമ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് അവർ ചെയ്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് പറഞ്ഞു. കമ്പ്യൂട്ടർ എഞ്ചിനീയറിൻ്റെ അകത്ത് എങ്ങനെയാണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ബിൽഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. ആ ഒരു മേഖലേൻ്റെ അകത്തുള്ള പ്രധാന സംഭാവനകളാണ് ചാൾസ് ബാബേജ്, അതേപോലെ അലൻ ട്യൂറിങ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ ഇതിൻ്റെ ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായിട്ടാണ് ട്യൂറിങ് പറയുന്ന അലൻ ട്യൂറിങ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വന്നിട്ടുള്ളത്. പിന്നെ കമ്പ്യൂട്ടറുകളുടെ പേര് ENIAC എന്ന് പറയുന്ന കമ്പ്യൂട്ടറായിരുന്നു ആദ്യമായിട്ട് അവർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ കൺട്രോൾ തിയറി, സൈബർനെറ്റിക്സിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് റോബർട്ട് വീർണർ, അയാൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സെൻസറിങ് വഴി ഉള്ള ഔട്ട്പുട്ട് നിയന്ത്രണത്തെ കുറിച്ചാണ് അയാൾ അതിൻ്റെ അകത്ത് പറയുന്നത്. പിന്നെ നമ്മൾ അവസാനം പറഞ്ഞത് ഈ ഒരു ലിംഗ്വിസ്റ്റിക്കിൻ്റെ കാര്യം. അതിൻ്റെ അകത്ത് ഈ ഭാഷയും അതിൻ്റെ ഘടനയും അർത്ഥവും തമ്മിലുള്ള ബന്ധം, അതേപോലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഷ ശാസ്ത്രം അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്ന ഏരിയക്കകത്ത് ഡീൽ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള എല്ലാ മേഖലകളുടെയും സംയുക്ത ഫലമാണ് നമ്മളെ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് പറയേണ്ടി വരും. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ മേഖലകളുടെയും
ഒരു സംയുക്ത ഫലമായിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന മേഖല നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു പിക്ചർ ഞാനിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു വീടാണെങ്കിൽ അത് ബിൽഡ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ഇത്തരം ഡിസിപ്ലിനുകളുടെ ഒരു സംയുക്ത ഫലം നമുക്ക് അവിടെ ആവശ്യമുണ്ട്. ഈ വിവിധ ശാസ്ത്രശാഖകളിൽ നിന്നുള്ള ആശയവും അതേപോലെ സിദ്ധാന്തങ്ങളും അതേപോലെ സാങ്കേതിക വിദ്യകളും ഒന്നിച്ചു ചേരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ആധുനിക രൂപം നമുക്ക് ലഭിക്കുന്നത്. 1956 ഡാർട്ട്മൗത്ത് കോൺഫറൻസിൽ വെച്ചിട്ടാണ് ഈ ഒരു വിഷയത്തിന് ഔപചാരികമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്ന പേര് കിട്ടുകയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്.